ഈ 2018 ട്രാൻസ്ട്രോയ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ അവർക്ക് ബാങ്ക് വായ്പ കൊടുത്ത ഈ ബാങ്കുകളുടെ കൺസോർഷ്യം 8,241 കോടി രൂപയുടെ കിട്ടാക്കടത്തിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ ഹർജി ഫയൽ ചെയ്തു. അപ്പം ഇതാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. അവർ ഈ കരാറെടുത്തു, അതിൻ്റെ പേരിൽ ബാങ്ക് ലോൺ എടുത്തു, പണി ചെയ്യുന്നില്ല, ടെൻഡർ ടെർമിനേറ്റ് ചെയ്തു, ഇവർ പോയി പണം തിരിച്ചടയ്ക്കുന്നില്ല. ഈ കമ്പനികളെല്ലാം ഇത് ചെയ്തിട്ടുണ്ടാവും. ഇത് മുഴുവൻ ആത്യന്തികമായിട്ട് ബാങ്കുകളുടെ കിട്ടാക്കടം NBA ആയിട്ട് വരും. ദേശീയപാതയിൽ തൊടാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ആക്സസ് കൺട്രോൾഡ് ആണ്, സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നാഷണൽ ഹൈവേയിൽ എന്ത് പരിശോധനയാണ് നടത്താൻ കഴിയുക? ഒന്ന് ആലോചിക്കണം. ഈ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ പണ്ടൊരു ദേശീയപാത ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എവിടെയാണ് ദേശീയപാത? കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ദേശീയപാത ഡിവിഷൻ ഉണ്ടോ? ഇല്ല. ഒരു വർക്കിൻ്റെ DPR ഉണ്ടാക്കുക, ആ വർക്ക് ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ഇത് മുഴുവൻ ചെയ്യുന്ന സ്വകാര്യ കൺസൾട്ടൻസികൾ. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവർക്ക് ആകെ അവരുടെ 2022-23 ആനുവൽ റിപ്പോർട്ട് പ്രകാരം 1,191 ജീവനക്കാരാണ്. ഏറ്റവും മേലേക്കട മുതൽ ഏറ്റവും താഴേക്കടയിൽ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇന്ത്യയിലെ മൊത്തം ദേശീയപാതകൾ നിർമ്മിച്ച് പരിപാലനം ചെയ്യാനുള്ള ചുമതലയുള്ള ഒരു സ്ഥാപനമാണത്. ഈ DPRൽ എന്തെങ്കിലും അപര്യാപ്തതയുണ്ടോ അങ്ങനത്തെ ഒന്നും പരിശോധിക്കാൻ പോലും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പ്രായോഗികമായി കഴിയത്തില്ല. NH-66 ആറുവരിപ്പാത വികസനം കേരളത്തിൽ വലിയ തോതിലുള്ള പാരിസ്ഥിതിക നഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുന്നുകളിടിച്ചും തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തിയുമുള്ള വികസനം നമ്മുടെ അതിവേഗ യാത്രാ സ്വപ്നങ്ങളുടെ മറുവശത്തുള്ള ഭയപ്പെടുത്തുന്ന നേരനുഭവങ്ങളാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ജീവന് സുരക്ഷയില്ലാത്ത നശീകരണം വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഈ വികസനം ആർക്കു വേണ്ടിയാണ്? ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം കീഴാറ്റൂർ സമരസമിതിയുടെ കൺവീനറും വിവരാവകാശ പ്രവർത്തകനുമായ നോബിൾ M. പൈക്കട ചേരുന്നു. സ്വാഗതം. ദേശീയപാത അതോറിറ്റി ഈ ദേശീയപാത നിർമ്മാണത്തിനായി കരാർ നൽകുന്ന കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിലൊരു മാനദണ്ഡം എന്താണ്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, അതിപ്പം ഇവർ കരാർ കൊടുക്കുന്നതിനെല്ലാം ഇപ്പോഴത്തേത് മുഴുവൻ ടെൻഡറാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഇൻഫ്രാകോൺ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ടെൻഡറിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ കരാറെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇവരുടെ കുറേ യോഗ്യതാ മാനദണ്ഡങ്ങൾ ടെൻഡറിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നവർക്ക് തന്നെയാണ് ഇത് കരാറുകൾ കൊടുക്കുക. പക്ഷേ ഇതിനകത്തെല്ലാം ഒറ്റ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇതിന്മേലൊരു പരിശോധന നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ ഇവാലുവേഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഉള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ടെൻഡർ കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ദേശീയപാതയുടെ ഏതെങ്കിലും ഒരു ഭാഗം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കരാർ വരുന്നത് അതിനൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കണം, ഒരു പദ്ധതി രേഖ, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് DPR ഉണ്ടാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പനി തന്നെയാണ് ഈ ടെൻഡർ ഡോക്യുമെൻസും ഉണ്ടാക്കുക. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ സംഗതികൾ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ മോഡൽ ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ഗവൺമെൻറ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഗതിയിൽ. അപ്പം ഈ ടെൻഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുന്ന മാതിരി തന്നെ ഈ ടെൻഡറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ അതുവരെ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സംഗതി. ടെൻഡർ അല്ല, ഇപ്പം യോഗ്യരായ കമ്പനികൾ തന്നെയായിരിക്കാം വരുന്നത്. പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ കമ്പനികളുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അത്രയും കാലത്തെ ഈ ദേശീയപാത ഇന്ത്യയിലെ മൊത്തം ദേശീയപാത വികസനത്തിലുള്ള കരാർ കമ്പനികളുടെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 10-50 കമ്പനികളിൽ കൂടുതലില്ല. എല്ലാം ഏകദേശം ഒരേ കമ്പനികൾ തന്നെയാണ്. എല്ലാ പല പേരുകളിലും അവരുടെ സബ്സിഡിയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. വലിയ കൂറ്റൻ കമ്പനി ലാൻഡ്സ് ആൻഡ് ടൂബ്രോ മാതിരിയുള്ള, അദാനി മാതിരിയുള്ള
വലിയ കൂറ്റൻ കമ്പനികളൊക്കെ പങ്കെടുക്കുന്ന ടെൻഡറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് തർക്കമില്ല, അതെല്ലാം നടന്നോട്ടെ, അതെല്ലാം സർക്കാരിൻ്റെ പ്രോസസ്സ് അതുമാതിരി എല്ലാം നടന്നോട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പം നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് ഈ ദേശീയപാതയിൽ നടക്കുന്നത്, ഈ ദേശീയപാത നിർമ്മാണത്തിന് പകരം ഈ ഹൈവേയിൽ നടക്കുന്നത് കൊള്ളയാണ്, കുത്തിക്കവർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം നമ്മൾ ഈ കേരളത്തിൻ്റെ വടക്കേയറ്റം ഇവിടുന്ന് മുതൽ ഈ വെങ്ങളം വരെയുള്ള, കോഴിക്കോടിനടുത്തുള്ള വെങ്ങളം വരെയുള്ള പാതയുടെ ഇപ്പോഴത്തെ ഇതിലും ഒരു പുതിയ കേരളത്തിലുള്ള ഈ ദേശീയപാതനെ 3ആയിട്ട് തിരിച്ചിട്ടാണ് ഇതിൻ്റെ DPR ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഈ പണി നടക്കുന്ന കേരളം മൊത്തം 592.4 കിലോമീറ്ററാണ് NH66 വികസിപ്പിക്കുന്നത്. ഈ NH66 എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന NH17 അതിനുശേഷം ഈ ചേർത്തല മുതൽ കന്യാകുമാരി വരെയുള്ള NH47, ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ച് NH66 എന്ന് പുതിയ, അതിപ്പം അങ്ങ് മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ളതാണ് NH66 ഇപ്പം നാമകരണം ചെയ്തു വന്നത്. ഈ NH66 ഏറ്റവും ആദ്യത്തെ സ്ട്രെച്ച് കേരള കർണാടക ബോർഡർ ടു വെങ്ങളം, പിന്നീട് വെങ്ങളം ടു ഇടപ്പള്ളി, പിന്നെ അരൂർ മുതൽ തിരുവനന്തപുരം, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ടും ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ വിളിക്കുന്നത്. പക്ഷേ അന്നേരം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതേ വർക്കിന് 2006 ഒരു ടെൻഡർ ഉണ്ടായിരുന്നു, ആ വർക്ക് എടുത്തിയ ഒരു കമ്പനി ഉണ്ടായിരുന്നു. 2006 ഈ ഇന്റർ കോണ്ടിനെന്റൽ കൺസൾട്ടൻസ് ആൻഡ് ടെക്നോക്രാറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് A8 ഗ്രീൻ പാർക്ക് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഈ കേരള കർണാടക ബോർഡർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള 318 കിലോമീറ്റർ NH17, അന്നത്തെ അത് NH17 ആണ്, അതിന് ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാനും ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനും എല്ലാം ഉള്ള കരാർ അന്നേ കൊടുത്തതാണ് 2006. അതിൻ്റെ ഈ കൃത്യം ഡേറ്റ് ഉണ്ട്, 30/3/2006 ആ കരാർ കൊടുത്തതാണ്. ആ സമയത്താണ്, ആ കരാറിൻ്റെ പാർട്ടായിട്ടാണ് ഇവിടെ പല സ്ഥലത്തും ഈ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ 1956 ഹൈവേ ആക്ട് പ്രകാരം, നാഷണൽ ഹൈവേ ആക്ട് 1956 പ്രകാരം ഉള്ള ഈ ഭൂമി അക്വിസിഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ പറ്റുക. ഏറ്റവും ആദ്യത്തേത് ഈ 3A നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന, ഇങ്ങനെ ഒരു ഭൂമി പൊതുവെ ആവശ്യമുണ്ടെന്ന് വിജ്ഞാപനം ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത് ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട്, ആ ഫീസിബിലിറ്റി റിപ്പോർട്ടാണ് ഈ റോഡ് എങ്ങനെയാണ് പോവുക എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 30/3/2006 കൊടുത്ത കരാർ പ്രകാരമുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ലാൻഡ് അക്വിസിഷൻ നടന്നു. വെള്ളൂർ മാതിരിയുള്ള സ്ഥലങ്ങളിൽ ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞു പോയി ആ സമയത്ത് തന്നെ. അതിനുശേഷം ഈ 24/2010 ഫെബ്രുവരി 2010 ഈ സെക്ഷൻ മൊത്തം, അതായത് തലപ്പാടി മുതൽ കുറ്റിപ്പുറം വരെ, വെങ്ങളമല്ല കുറ്റിപ്പുറം വരെയുള്ള റൂട്ട് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തു. അതിനകത്ത് ഈ തലപ്പാടി മുതൽ വളപട്ടണം വരെ, കണ്ണൂർ എന്നാണ് ഇവരുടെ ഇതിനകത്ത് പറയുക, പക്ഷേ അത് ആക്ച്വലി അത് വളപട്ടണം വരെയാണ്. ആ വളപട്ടണം വരെയുള്ള കരാറ് ട്രാൻസ്ട്രോയി എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് ഏറ്റെടുത്തത്. ട്രാൻസ്ട്രോയും വേറൊരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്, ഒരു റഷ്യൻ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ട്രാൻസ്ട്രോയി എന്ന് പറയുന്ന കമ്പനി ഈ തലപ്പാടി മുതൽ വളപട്ടണം വരെ ഉള്ളത് എടുക്കുന്നു. അതിനുശേഷം ഈ വളപട്ടണം മുതൽ വെങ്ങളം വരെയുള്ളത് നോർത്ത് മലബാർ എക്സ്പ്രസ് ഹൈവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കരാർ കൊടുക്കുന്നു. ഈ വെങ്ങളം മുതൽ കുറ്റിപ്പുറം വരെയുള്ളത് സൗത്ത് മലബാർ എക്സ്പ്രസ് ഹൈവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്ക് കരാർ കൊടുക്കുന്നു. പക്ഷേ ഈ രണ്ട് കമ്പനികളും നോർത്ത് മലബാർ സൗത്ത് മലബാർ എക്സ്പ്രസ് ഹൈവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് KMC എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറികളും KMC അവരുടെ പേരിൽ കരാർ എടുത്തതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതിയോടുകൂടി ഈ രണ്ട് കമ്പനികളിലേക്ക് വിഭജിച്ചു കൊടുത്തതുമാണ്. ഇതേ KMC തന്നെയാണ് മണ്ണുത്തി ബൈപ്പാസ് പണിതതും
കുതിരാൻ ടണൽ പണിതെന്നും കൂടെ ഈ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ട്രോയ് എന്ന് പറയുന്ന കമ്പനി ഇതിൻ്റെ അവർക്ക് കൊടുത്തിരുന്ന ചുമതല ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻ. ഈ തലപ്പാടി മുതൽ വളവട്ടണം വരെയുള്ള ഇത് 4 വരി പാതയാക്കിയിട്ട് അതിന് 1157 കോടി രൂപയ്ക്കാണ് ആ കരാർ കൊടുത്തത്. അതിനുശേഷം പിന്നെ ഈ കരാർ ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി, ഈ ട്രാൻസ്ട്രോയി എന്ന് പറയുന്ന കമ്പനിയെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി CDM സ്മിത്ത് എന്ന് പറയുന്ന ഒരു കമ്പനീനെ, അതൊരു അമേരിക്കൻ കമ്പനിയാണ്, അതിൻ്റെ ഇന്ത്യൻ സബ്സിഡിയറി CDM സ്മിത്ത് ഇൻ അസോസിയേഷൻ വിത്ത് വിൽബർ സ്മിത്ത് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞു, അവരുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. അവർക്കായിരുന്നു ഇതിൻ്റെ സൂപ്പർവിഷൻ കരാർ. അത് 13 കോടി രൂപയുടെ കരാറാണ്. 13.05 കോടി രൂപയുടെ കരാറായിരുന്നു. അപ്പം ആ കരാർ കൊടുത്തത് പ്രകാരമാണെങ്കിൽ 2010 ഈ 2 കരാറുകൾ കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ കരാർ, ഈ കുറ്റിപ്പുറം വരെയുള്ള കൺസ്ട്രക്ഷൻ കരാർ കൊടുത്തു. ഒരു പണിയും നടന്നതായിട്ട് നമ്മൾ അറിയത്തില്ല. പക്ഷേ പിന്നീട് വീണ്ടും 2015 ഇതിനിടയിൽ 2015 തലശ്ശേരി ബൈപ്പാസിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആദ്യമേ തന്നെ ഈ കുറ്റിപ്പുറം വരെയുള്ളതിൻ്റെ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടും ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും 2015 കിറ്റ്കോ എന്ന് പറയുന്ന കമ്പനിക്ക് തലശ്ശേരി ബൈപ്പാസിൻ്റെ, ഇപ്പം മാഹി ബൈപ്പാസ് എന്ന് പറയുന്ന മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള സെക്ഷൻ്റെ DPRും ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 34 ലക്ഷം രൂപയ്ക്ക് കിറ്റ്കോ, കൊച്ചിയിലുള്ള കേരള സർക്കാരിന് എന്തോ ഇത് എല്ലാം പങ്കുള്ള കിറ്റ്കോ എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ കൊടുക്കുന്നു. ആ മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണ കരാർ EKK കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, അതും കേരളം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിക്ക് 853 കോടി രൂപയ്ക്ക്, 853.98, അപ്പോൾ 854 കോടി രൂപയ്ക്ക് കരാർ കൊടുത്തു. അത് 2015 നടക്കുന്നതാണ്. അതിനുശേഷം 2016 ഫെബ്രുവരിയിൽ വീണ്ടും ഫീസിബിലിറ്റി റിപ്പോർട്ട് വരികയാണ്. തലപ്പാടി മുതൽ വെങ്ങളം വരെയുള്ളതും, വെങ്ങളം മുതൽ എടപ്പള്ളി, അരൂർ, ചേർത്തല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ 3 സ്ട്രക്ചറിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ടും DPRും തയ്യാറാക്കാൻ വേണ്ടി വീണ്ടും ടെൻഡർ ക്ഷണിക്കുന്നു. അതിൽ വെങ്ങളം വരെയുള്ള സെക്ഷൻ്റെ കരാർ 4.22 കോടി രൂപയ്ക്ക് എയ്കോം എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നേരത്തെ 2006 മുതൽ നടന്ന ഒരു സംഗതികൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി, വർക്ക് ടെൻഡർ ചെയ്തു, ഓരോ കമ്പനികൾ വർക്ക് ഏറ്റെടുത്തു. അതിനുശേഷം വീണ്ടും അതേ റൂട്ടിൽ തന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അല്ല, അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് വിശദീകരിക്കേണ്ടത്. അപ്പം പക്ഷേ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഇതിനകത്തുനിന്ന് ഇത് ഇവിടെ വർക്ക് നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വേറെ പല കാര്യങ്ങളും കൂടെ നടന്നിട്ടുണ്ട്. ഈ 2018 ട്രാൻസ്ട്രോയ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ അവർക്ക് ബാങ്ക് വായ്പ കൊടുത്ത ഈ ബാങ്കുകളുടെ കൺസോർഷ്യം 8241 കോടി രൂപയുടെ കിട്ടാക്കടത്തിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ ഹർജി ഫയൽ ചെയ്തു. അപ്പം ഇതാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. അവർ ഈ കരാറെടുത്തു, അതിൻ്റെ പേരിൽ ബാങ്ക് ലോൺ എടുത്തു, പണി ചെയ്യുന്നില്ല, ടെൻഡർ ടെർമിനേറ്റ് ചെയ്തു, ഇവർ പോയി പണം തിരിച്ചടയ്ക്കുന്നില്ല. ഇത് തന്നെയാണ് ഇത് നടന്നുകൊണ്ടേയിരുന്നത്. ഈ കമ്പനികളെല്ലാം ഇത് ചെയ്തിട്ടുണ്ടാവും. ഇത് മുഴുവൻ ആത്യന്തികമായിട്ട് ബാങ്കുകളുടെ കിട്ടാക്കടം NBI ആയിട്ട് വരും. അത് ട്രാൻസ്ട്രോയിനെതിരെ 2018 അന്ന് അവർക്ക് കടം കൊടുത്തതിൽ ലീഡ് ബാങ്ക് കാനറ ബാങ്ക് ആയിരുന്നു. കാനറ ബാങ്കിൻ്റെ ഇതിലാണ് ലീഡ് ബാങ്ക് കാനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ ഇത് ഈടാക്കാൻ വേണ്ടി. അത് ഇനിയും തീർപ്പായിട്ടില്ല അതുമ്മൽ. കാരണം 8241 കോടി രൂപ ഇനി ഏതായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിന് ഇനി ഇവരുടെ ഒരു IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഈ ഏർപ്പാടുകളെല്ലാം വെച്ച് ഏതെങ്കിലും ഒരാൾ ഒരു റീസെറ്റിൽമെൻറ്റ് ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ തുക കിട്ടുമായിരിക്കാം. പക്ഷെ ഇത് ഇത്രയും പൈസ ഇവർ തട്ടിച്ചു എന്നുള്ള, ബാങ്കുകളെ തട്ടിച്ചു എന്ന്, ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേമാതിരി ഈ വർക്കിൻ്റെ സൂപ്പർവിഷൻ കരാറുണ്ടായിരുന്ന CDM സ്മിത്ത് എന്ന് പറയുന്ന കമ്പനിയെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസുണ്ടാകുന്ന അമേരിക്കയിലാണ്. ഇപ്പോൾ നമുക്കറിയാം അദാനിക്കെതിരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് അമേരിക്കയിലെ കേസ് വന്നത്.
എന്നിട്ട് ഈ CDM സ്മിത്ത് പക്ഷേ അവർ വേറെ വലിയ ഏർപ്പാടിനൊന്നും പോയില്ല. അവർ പിഴയടച്ച് ഇവരുടെ ഈ അവിടുത്തെ അമേരിക്കൻ സർക്കാരിൻ്റെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരോപണം paid approximately $1.18 million in bribes to government officials in India in exchange for highway construction supervision and design contract and a water project contract resulting in approximately $4 million in net profits. അതായിരുന്നു US-ലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം. ഇവർ ഈ $4 മില്യൺ അടച്ച് അത് ഒഴിവാക്കി തീർത്തു. പക്ഷെ എന്നിട്ടും ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇത് പറയണമല്ലോ, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ള സംഗതിയാണല്ലോ വരുന്നത്. 2017 ലോകസഭയിൽ ഇതൊരു ചോദ്യം, ഈ അമേരിക്കൻ കോടതി ഇവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പിഴയടക്കേണ്ടി വന്നു എന്നുള്ളത് വന്ന സമയത്ത് പിന്നീടാണ് ഇവിടെ CBI ഒരു FIR ഇടുന്നത്. അപ്പം ഈ CBI FIRൻ്റെ ഒരു കോപ്പി ഞാൻ ചോദിച്ചു, വിവരാവകാശ നിയമപ്രകാരം. അപ്പോൾ അത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം തരാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഈ രേഖ ഈ നെറ്റിൽ വളരെ സുലഭമായിട്ടുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു CBIയുടെ FIR എങ്ങനെയാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ഇതാകുന്നത്? കാരണം ഇതാ പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഗതി, അതും ഇത് അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ അമേരിക്കയിലെ ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ ഈ ഒരു $4 മില്യൺ കൈക്കൂലി കേസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവർക്കെതിരെയൊക്കെ ആ CBI FIRൻ്റെ കാര്യസ്ഥിതി എന്തായി? ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതങ്ങനെ തന്നെ നിൽക്കും, ആ ഒരു FIR-മേൽ തീരും. അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഇങ്ങനെ ഓരോ വർക്കുകളും ആവർത്തിച്ച് അതിന്മേൽ കൈക്കൂലി, ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നിട്ട് ഇവർ അവസാനം എയ്ക്കോം ഇവിടുന്ന് തലപ്പാടി മുതൽ വെങ്കളം വരെയുള്ള കർണാടക ബോർഡർ ടു വെങ്കളം വരെയുള്ളതിൻ്റെ കരാർ ഏറ്റെടുത്തത്, DPR ഉണ്ടാക്കാനുള്ള കരാർ ഏറ്റെടുത്തത് ഈ എയ്ക്കോം എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ എയ്ക്കോം എന്ന് പറയുന്ന കമ്പനീനെ എത്രയോ പ്രാവശ്യം ഇവിടെ തന്നെ ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പല കമ്പനികളെ ഡീബാർ ചെയ്യുന്നു. ഈ എയ്ക്കോമിനെ തന്നെ പല പ്രാവശ്യം ഡീബാർ ചെയ്തിട്ടുള്ളതാണ്. ഈ എയ്ക്കോമിൻ്റെ അടുത്ത് നിന്ന് കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ മാതിരിയുള്ള വലിയൊരു IAS ഉദ്യോഗസ്ഥനെതിരെ CBI കേസ് വന്നു. ഇവർക്ക് എയ്ക്കോമിന് അനധികൃതമായ ആനുകൂല്യങ്ങൾ ഉണ്ടായിക്കൊടുത്തുന്നു. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ അനധികൃത ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മകനെ എയ്ക്കോമിൽ നിയമിച്ചു, എയ്ക്കോം ജോലി കൊടുത്തു. അപ്പോൾ അതിന് ഇത് വഴിവിട്ട ഇതുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാൾക്കെതിരെ കേസ് പോലും വന്നു. കാരണം ഇതാണ് ഇങ്ങനത്തെ ഈ കരാർ കമ്പനികളും ഇവരുമായിട്ട് ഉള്ള ഈ ബന്ധങ്ങൾ വഴി ഒന്ന് ഈ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി പെരുകുന്നു. അതിപ്പോൾ അമേരിക്കൻ സർക്കാരാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇവർ ഇന്ത്യയിലെ ഹൈവേ ഉദ്യോഗസ്ഥർക്ക് ബ്രൈബ്സ് കൊടുത്തിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഏതാണ്ട് $1 മില്യൺ ബ്രൈബ്സ് കൊടുത്ത് $4 മില്യൺ ലാഭം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അവർ കേസെടുക്കുമ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഈ കൊള്ളയുടെ ഒരു സംഗതി. പിന്നെ ഒരു കാര്യം, ഇപ്പം തന്നെ ഇവർക്ക് നേരത്തെ വളപട്ടണം വരെയുള്ള ഒരു പ്രൊജക്റ്റിന് 1151 കോടി രൂപയ്ക്ക് കരാർ കൊടുക്കുന്ന 2010-ലാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ നടക്കുന്ന ഈ കരാറുകൾ ഈ 2020 കൊടുക്കുന്നതാണ്. ഈ 2020 അന്ന് 1151 കോടി രൂപയ്ക്ക് കൊടുത്ത കരാറ് ഇപ്പം ഏതാണ്ട് 6000 കോടി രൂപയ്ക്കാണ് ഇത് 3 സ്ട്രെച്ചായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ തുകയിലുണ്ടാകുന്ന വ്യത്യാസം ഇപ്പം ഇതിനിടയിൽ നടന്നിട്ടുള്ള ഒത്തിരി ഈ വേറെ ഇതിനകത്തെ പ്രധാന കരാറുകൾ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് കെട്ടൽ, ബൗണ്ടറി പില്ലേഴ്സ് ഫിക്സ് ചെയ്യുക, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വേറെ ധാരാളം ഉപകരാറുകളുണ്ട്. അതൊന്നും കൂട്ടിയിട്ടില്ല എങ്കിലും ഈ മെയിൻ കരാറുകളിൽ തന്നെ ഈ വിധത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഈ കൊള്ളയുടെ വേറെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ IDBI എന്ന് പറയുന്ന ഒരു ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ ബാങ്ക് ഏതാണ്ട് 2015 കാലഘട്ടത്തിൽ ആകെ പ്രതിസന്ധിയിലായി. അന്ന് അവരുടെ ഉണ്ടായിരുന്ന ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ കിട്ടാക്കടത്തിൽ 53% JP ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയുടെ ആയിരുന്നു. ആ JP ഇൻഫ്രാസ്ട്രക്ചറാണ് യമുന എക്സ്പ്രസ് ഹൈവേ പണിതത്. അതായത് ഡൽഹി ആഗ്ര 12 വരി പാതയോ മറ്റോ ആണ്. അപ്പോൾ
12 വരി പാത മാത്രമായിരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു റേസിംഗ് ട്രാക്ക്, ബുദ്ധ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റേസിംഗ് സർക്യൂട്ട്, പിന്നെ ആയിരക്കണക്കിന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു അത്. യമുന എക്സ്പ്രസ് ഹൈവേ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നും പറഞ്ഞ ഒരു അതോറിറ്റി തന്നെ സർക്കാർ രൂപീകരിച്ച് അങ്ങനെ വലിയൊരു പ്രൊജക്റ്റാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ JP ഇൻഫ്രാസ്ട്രക്ചർ ഹൈവേയുടെ പണി പൂർത്തിയാക്കി, റേസിംഗ് സർക്യൂട്ടിൻ്റെ പണി പൂർത്തിയാക്കി, ഈ പറഞ്ഞ ഫ്ലാറ്റ് പണിയാൻ വേണ്ടി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് പണിയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഈ IDI ബാങ്കിൽ ഏതാണ്ട് അവരുടെ മാത്രം കിട്ടാക്കടം 3750 കോടി രൂപ. ഇതൊരു 2015 കാലഘട്ടത്തിലാണ് ഈ കിട്ടാക്കടം ഇത്രയാവുന്നത്. അങ്ങനെ ആ ബാങ്ക് പ്രതിസന്ധിയിലാവുകയും ഇതും ഇതേമാതിരി. ഇപ്പം ഈ IDI ബാങ്ക് നിലനിൽക്കുന്നത് സർക്കാരിൻ്റെ സർക്കാരാണ് ഇപ്പം അതിൻ്റെ 95% ഓഹരി ഉടമ. അതുകൊണ്ട് മാത്രമാണ് ആ ബാങ്ക് നിലനിൽക്കുന്നത്. LIC ഏതാണ്ട് 50%, ബാക്കി സർക്കാരും കൂടെ പൈസ ഇട്ടിട്ടാണ് ആ ബാങ്കിനെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെയുള്ള ഭൂമി അക്വയർ ചെയ്യപ്പെട്ട മനുഷ്യന്മാരുടെ കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല പൂർണ്ണമായിട്ടും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. ഇതേമാതിരി ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ ഈ ഏജൻസീസ് ഉണ്ടല്ലോ, അവർ ഏതാണ്ട് ഒരു 6000 കോടി രൂപ അതിനുവേണ്ടി ഈ കോമ്പൻസേഷൻ കൊടുത്തു. ലാൻഡ് അക്വയർ ചെയ്ത ഫാമേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കണം. ആലോചിച്ച് നോക്കണം, ഏതോ കാലത്ത് എക്സ്പ്രസ് ഹൈവേ എല്ലാം പണി തീർത്തു പോയി, ബുദ്ധ എന്ന് പറയുന്ന റേസിംഗ് സർക്യൂട്ട് പോയി, പണി പൂർത്തിയായി, അവിടെ റേസിംഗ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ. പക്ഷെ ഇപ്പോഴും അവിടുത്തെ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം പൂർണ്ണമായി കിട്ടിയിട്ടില്ല. ഈ മറ്റേ കാറോട്ട മത്സരങ്ങൾ, റേസ് കാറുകളുണ്ട്, അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. അതിന് വലിയ വലിയ പദ്ധതികളായിരുന്നു, ഇതൊന്നും നടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതും ഈ കൃഷിസ്ഥലം ഏറ്റെടുത്തിട്ടാണ്. അതിൻ്റെ നഷ്ടപരിഹാരം പോലും ഇപ്പോഴും കൊടുത്തിട്ടില്ല. ബാങ്കിന് പോയത് ബാങ്കിന് പോയി, കർഷകന് പോയത് കർഷകന് പോയി. ഇതാണ് ഹൈവേയിൽ എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പം അത് നോക്ക്, ഇപ്പം ദേശീയപാത എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇവരുടെ കഴിഞ്ഞ ഈ 24-25 സാമ്പത്തിക വർഷമല്ല, ഈ 23-24 സാമ്പത്തിക വർഷത്തിൽ അവരുടെ മൊത്തം കടം 3.5 ലക്ഷം കോടി രൂപയാണ് ദേശീയപാത അതോറിറ്റിയുടെ. കാരണം ദേശീയപാത അതോറിറ്റിക്ക് ഈ ബജറ്റ് വിഹിതം കുറവാണ്. അതിന് പകരം ഇവർ എന്തോന്നാ കടം ഈ മാർക്കറ്റിൽ നിന്ന് പിന്നെ ഈ മറ്റ് ഫണ്ടുകളിൽ നിന്നൊക്കെയാണ് എടുക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ വായ്പ കൊടുത്തിട്ടുള്ള ഒരു സംഗതി നാഷണൽ സ്മോൾ സേവിങ്സ് ഫണ്ടാണ്. അവിടുന്ന് 50,000 കോടി രൂപയാണ് ദേശീയപാത അതോറിറ്റിക്ക് വായ്പ കൊടുത്തിരിക്കുന്നത്. ഈ നാഷണൽ സ്മോൾ സേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിലിടുന്ന ഈ അത്താഴപ്പട്ടിണിക്കാരൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടുന്ന 5-10 രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് എടുത്തിട്ടാണ് ദേശീയപാത അതോറിറ്റിക്ക് വായ്പ കൊടുക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്കാരും പൊളിഞ്ഞു പോയാൽ പോകുന്നതാർക്കാം. ഇപ്പം പക്ഷേ ഇവരിതിന് ഈ ഒരു സംഗതി ഇപ്പം കടം കുറച്ചിട്ടുണ്ട്. ഏതാണ്ടൊരു എന്തോന്നാ ഈ ചെറുകിട സമ്പാദ്യ പദ്ധതിയിലെ കടം 50,000 കോടി രൂപ അവർ തിരിച്ചടച്ചു. അതിന് ചെയ്തത് 15 ദേശീയപാതകൾ വിറ്റിട്ടാണ്. ഇപ്പം അത് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത നാഷണൽ ഹൈവേ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് ട്രസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ഈ നിക്ഷേപങ്ങൾ ശേഖരിച്ച് ഇവിടെ കിഫ്ബി ചെയ്യുന്ന മാതിരി ബോണ്ട് വഴി ഇപ്പം കനേഡിയൻ പെൻഷൻ ഫണ്ട് അങ്ങനെയുള്ള ഒത്തിരി സംഗതികളിൽ നിന്ന് ഇവർ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇവർ ദേശീയപാതയുടെ ഓരോ കഷ്ണമായിട്ട് ഇപ്പോൾ രാജസ്ഥാനിൽ അങ്ങനെ മധ്യപ്രദേശ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് അവരുടെ ഈ NHIT എന്ന് പറയുന്ന നാഷണൽ ഹൈവേ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ആനുവൽ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കടം കുറയ്ക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാരുടെ അക്യൂർ ചെയ്യുന്നു. ഇത് എത്രയോ ഒക്കെ ഈ തട്ടിപ്പും കാര്യങ്ങളും ഇതിനകത്തെ ബാക്കിയെല്ലാം പോട്ടെ, പരിസ്ഥിതി ആഘാതങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാ പണികളും നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത ഇപ്പോഴത്തെ ഈ സംഗതി എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾഡ് ഹൈവേ ആണ്. ഒരു ഹൈവേയിലേക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ഇവിടെ. ഇപ്പം ഇതിനകത്ത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ ടോൾ പിരിവ് അനന്തകാലത്തേക്കാണ്. അതിന് നിയമം ഭേദഗതി ചെയ്തു 2011 തന്നെ. ടോളെന്ന് പറയുന്നത്
വേറെ നിയമപരമായി വ്യവസ്ഥ ചെയ്തിട്ടില്ല എങ്കിൽ അത് പെർപ്പച്വലാണ്, അത് തുടർന്നു പോകും. ഈ അതിൻ്റെ പൈസ വരുമ്പം ഈടാക്കാം, അത് നിർത്തും എന്ന് അങ്ങനെയില്ല. അത് കഴിഞ്ഞ വർഷം ഗഡ്കരി ലോക്സഭയിൽ അത് വളരെ വ്യക്തമാക്കി പറയുകയും ചെയ്തു. അത് പെർപ്പച്വലാണ്, അത് നിയമത്തിൽ അങ്ങനെയാണ്. വേറെ ഇത് പറയുന്നുണ്ട് വളരെ ഉദാരമായി. ആ ടോൾ വരും, ടോൾ ഓരോ വർഷം ടോൾ നിരക്ക് വർദ്ധിപ്പിക്കും. ഇപ്പൊ നമുക്ക് ഇനി മുതൽ പെട്രോളിന്റെയും പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിക്കുന്ന മാതിരി ടോളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ടോള് ഇപ്പം ഇതിന്റെ ഇതിന്റെ മേൽ ഓഡിറ്റിംഗ് നടക്കാത്തത് അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി CAG ഇതുമേൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗഡ്കരി പറയുന്നത് ഇതുമേൽ ഓഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല, മുഴുവൻ ഫാസ്റ്റാഗ് വഴിയാവും, പിന്നെ ഓഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല, പിന്നെ അവിടെ 2 വീലറിനും ഒന്നും ടോളേ ഇല്ല. പക്ഷേ 2 വീലറിന് അതിനകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം ഗഡ്കരി പറഞ്ഞിട്ടില്ല. 2 വീലറിനും 3 വീലറിനും ഈ ആക്സസ് കൺട്രോൾഡ് ഹൈവേയിൽ പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഈ ആക്സസ് കൺട്രോൾഡ് ഹൈവേ എന്ന് പറയുന്നത് ഇത് സാധാരണക്കാരൻ്റെ പാതയേ അല്ല. അവനിപ്പോഴും ഈ സർവീസ് റോഡിൽ കൂടെ ഇപ്പം നമ്മൾ നോക്കുക, ഈ കേരളത്തിലെ ഹൈവേ 45 മീറ്ററിലാണ് 6 വരി പാത പണിയുന്നത്. ഇതിനകത്ത് ഈ ഇവരുടെ തന്നെ ഡ്രോയിങ്സ് പ്രകാരം ഇടത്തും വലത്തുമുള്ള 2 കാരിയേജ് വേ, അത് 13.5 മീറ്റർ വീതിയുള്ള 2 കാരിയേജ് വേ, അപ്പം അങ്ങനെ 27 മീറ്റർ. പിന്നെ 2 സൈഡിലും 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ്, അങ്ങനെ 27, 14, 41 മീറ്റർ. 2 സൈഡിലും 1.5 മീറ്റർ വീതം ഈ ഫുട്പാത്തും യൂട്ടിലിറ്റി കോറിഡോർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ 44. നടുവിൽ 1 മീറ്ററിൻ്റെ മീഡിയൻ, 45 മീറ്റർ ഫുള്ളാണ്. അപ്പം ഇവർ ഈ 45 മീറ്റർ ദേശീയപാത എന്ന് പറയുന്ന 45 മീറ്റർ ഇല്ല, ഈ ദേശീയപാതയും കൂടി ഉൾപ്പെടുന്നതാണ്. ഈ ദേശീയപാതയുടെ ഈ 45 മീറ്ററിൽ ഉൾപ്പെടുന്നതാണ് സർവീസ് റോഡ്. അത് പല സ്ഥലത്തും 7 മീറ്റർ ഇല്ല. ഇതിനകത്ത് ഇപ്പം തന്നെ പ്രൊജക്ട് റിപ്പോർട്ടിൽ പലയിടത്തും ബസ് ബേ പറഞ്ഞിട്ടുണ്ട്. ബസ് ബേ ഇല്ല എന്നവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ബസ് ബേ പണിതെങ്കിൽ മാത്രമേ സർവീസ് റോഡിൽ 7 മീറ്റർ വീതിയുള്ള റോഡിൽ ഈ വേറെ പുറകിൽ വരുന്ന അല്ലെങ്കിൽ റോഡിൽ നടുക്കാണ് ബസ് നിർത്തുക, വേറെ വരുന്ന ആൾക്കാർ മുഴുവൻ അതിൻ്റെ പുറകിൽ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. ഈ സാധാരണ മനുഷ്യന് എല്ലാ കാലത്തും ഈ കൺജഷൻ തന്നെ ബാക്കി ഉണ്ടാവത്തുള്ളൂ. മാത്രമല്ല ഇനി ഇതൊന്നുമില്ലാതെ ഈ സർവീസ് റോഡിൽ കൂടെ പോകുന്ന നമുക്ക് ടോൾ ഒഴിവാക്കി പോകാനും പറ്റിയല്ല. നിങ്ങളൊരു ബസ്സിലാണെങ്കിലും കാറേലാണെങ്കിലും എല്ലാ സർവീസ് റോഡും ടോൾ ആ ബൂത്തിലേക്ക് അത് അന്നേരം ഹൈവേയിൽ കയറും. ബാക്കി എല്ലായിടത്തും ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ മാത്രം ഈ ബൈക്കോ ഓട്ടോറിക്ഷയ്ക്കോ ഒന്നും ടോൾ കൊടുക്കേണ്ടി വരികയായിരിക്കും. അതൊഴിവാക്കിയാൽ ബാക്കി ഒരു മനുഷ്യന് പ്രവേശനമില്ലാത്തതാണ്. പിന്നെ ഈ ബൈപ്പാസ് പണിതെടുത്ത് കീഴാറ്റൂർ ബൈപ്പാസിൽ സർവീസ് റോഡ് ഇല്ല, അത് 45 മീറ്റർ തന്നെയാണ് ഹൈവേ. അപ്പോൾ ഇതാ പറയുന്നത്, ഇത് ഇവിടെ ഈ ആൾക്കാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വികസനം എന്ന് പറയുന്നതിൻ്റെയാണ് ഇതറിയുന്നത്. ഇതിപ്പം ഫലത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ 2 സൈഡിലുള്ള 13.5 മീറ്റർ വീതിയിൽ പിന്നെ കുറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ സൈഡിൽ വരുന്ന ബാരിയർ. സമനിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ 1.5 മീറ്റർ പൊക്കമുള്ള ബാരിയറാണ് ഈ ആക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബാരിയറിൻ്റെ സ്ഥലവും കൂടെ ഇതിൽ നിന്നാണ് പോവുക. ബാക്കി അല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന മാതിരി കെട്ടിപ്പൊക്കി അങ്ങോട്ടേക്ക് പിന്നെ ആർക്കും പ്രവേശനം പറ്റത്തില്ല. അപ്പം ഈ ദേശീയപാതയിൽ തൊടാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ആക്സസ് കൺട്രോൾഡ് ആണ്, സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. ഇതിപ്പോൾ ഈ ചില സർവീസ് റോഡ് ഈ അണ്ടർ പാസേജുകളൊക്കെ അതിലൂടെയൊക്കെ മാത്രല്ലേ അപ്പുറത്തെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റത്തുള്ളൂ. ചിലടത്ത് അടിപ്പാത കാര്യങ്ങൾ അങ്ങനെയെല്ലാം പണിതിട്ട് മാത്രമേ ഈ സർവീസ് റോഡ് 1 വേ ആണ്, അതിനകത്ത് 2 വേ ഇത് പറ്റത്തില്ല. കുറെ ദൂരങ്ങൾ കൂടും. ഇത് മാത്രമല്ലെന്നേ, ഇപ്പം ഇത് തന്നെ എടുക്കാം. ഇപ്പം കീഴാറ്റൂരിൻ്റെ സ്ഥിതി തന്നെ നോക്കിക്കോ. അപ്പുറവും ഇപ്പുറവും നിന്നിരുന്ന മനുഷ്യൻ അതിന് നടുക്ക് ഇത് വരികയാണ്. അവിടെ സർവീസ് റോഡ് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഏതെങ്കിലും അടിപ്പാതയെ കൂടെ വേണം. ഇവിടെ ഒരു അത്യാഹിതം നടന്നാൽ എൻ്റെ അയൽക്കാരനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. ഈ പാരിസ്ഥിതികമായിട്ടുണ്ടാക്കിയ ഈ ദുരന്തങ്ങളും
ഇതിൻ്റെ ഈ അശാസ്ത്രീയമായ ഡിസൈന് കാര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്താൽ പോലും, അതെല്ലാം മാറ്റി നിർത്തിയാലും ഈ ഒരു സംഗതി ഇത് മുഴുവൻ മനുഷ്യർക്കും ഈ നേരിടാൻ പോകുന്നതാണ്. ഇതിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പം മന്ത്രി പറയുന്നുണ്ട് അങ്ങേര് എല്ലാം ഇങ്ങനെ ഇങ്ങനെ കൃത്യമായ പീരീഡ്സിൽ പോയിട്ട് ഇത് പരിശോധിച്ചിരുന്നു എന്ന്. ഈ കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നാഷണൽ ഹൈവേയിൽ എന്ത് പരിശോധനയാണ് നടത്താൻ കഴിയുക? ഒന്ന് ആലോചിക്കണം. ഈ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ പണ്ടൊരു ദേശീയപാത ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എവിടെയാണ് ദേശീയപാത? കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ദേശീയപാത ഡിവിഷൻ ഉണ്ടോ? ഇല്ല. എല്ലാം വളരെ വലിയ വാചകങ്ങൾ പറയുന്ന ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയട്ടെ ഇവരെത്ര വർക്ക് കൺസൾട്ടൻസി കരാർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം കോസ്റ്റൽ ഹൈവേ കൺസൾട്ടൻ്റ് എയ്കോമാണ്, വാട്ടർ മെട്രോ കൺസൾട്ടൻ്റ് എയ്കോമാണ്, ഒത്തിരി വർക്കുകളിൽ ഊരാളുങ്കലാണ് കൺസൾട്ടൻ്റ്. ഒരു വർക്കിൻ്റെ DPR ഉണ്ടാക്കുക, ആ വർക്ക് ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക, ഇത് മുഴുവൻ ചെയ്യുന്ന സ്വകാര്യ കൺസൾട്ടൻസികളാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവർക്ക് ആകെ അവരുടെ 2022-23 ആനുവൽ റിപ്പോർട്ട് പ്രകാരം 1191 ജീവനക്കാരാണ്. ഏറ്റവും മേലേക്കട മുതൽ ഏറ്റവും താഴേക്കടയിൽ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇന്ത്യയിലെ മൊത്തം ദേശീയപാതകൾ നിർമ്മിച്ച് പരിപാലനം ചെയ്യാനുള്ള ചുമതലയുള്ള ഒരു സ്ഥാപനമാണത്. അതിന് ഇത്രയും ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ഈ കരാറുകളിലേക്കാണ് പോവുക. അതുകൊണ്ട് ഈ DPRൽ എന്തെങ്കിലും അപര്യാപ്തതയുണ്ടോ അങ്ങനത്തെ ഒന്നും പരിശോധിക്കാൻ പോലും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പ്രായോഗികമായി കഴിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും അവർ തന്നെയാണ്. അവർ വാസ്തവം പറഞ്ഞാൽ അവർ നിസ്സഹായരാണ്. അവരെ ഈ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സർക്കാരുകളുടെയും ഈ ഇതെല്ലാമാണ്. ഇതുവഴി നഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുടെ തൊഴിലവസരങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വശവും കൂടി ഇതിനകത്തുണ്ട്. ഇത് മുഴുവൻ ഈ സ്വകാര്യ കൺസൾട്ടൻസിക്ക് ആകുന്ന സമയത്ത് ഈ സ്വകാര്യ കൺസൾട്ടൻസിയിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് അത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും ഈ ടീം ലീഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഇതിനകത്ത് മാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ് PWD നിന്നും ഹൈവേ അതോറിറ്റിയിൽ നിന്നുമൊക്കെ റിട്ടയർ ചെയ്തവർ മാത്രം. കാരണം അവർക്ക് ഈ റോഡ് നിർമ്മാണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ഈ വളരെ ഫ്രഷ് ആയിട്ടുള്ള നിസ്സാര പൈസയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന എൻജിനീയേഴ്സ് ആയിരിക്കും ബാക്കി മുഴുവൻ വർക്കുകളും ചെയ്യേണ്ടി വരും. അവർക്ക് കാരണം ഇവിടെ ഇത് ഇങ്ങനത്തേതായതുകൊണ്ട് അവിടെ ഒരു ഈ വേതന സേവന വ്യവസ്ഥകൾ ഒന്നുമില്ല. ഈ ഹയർ ആൻഡ് ഫയർ ആ ഒരു രീതിയിലാണ് ആ നിലയിലുള്ള ഒരു ഈ സംഗതിയും കൂടെ നടക്കുന്നുണ്ട്. ഇനി എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ ഈ ലേബർ ഫോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പൊ ഇവർ അതിഥി തൊഴിലാളി എന്ന് പറയും. അതിഥി തൊഴിലാളി എന്നുള്ള പദപ്രയോഗം തന്നെ തെറ്റാണ്. കാരണം അതിഥിക്ക് അവകാശമില്ലാത്തവനാണ്. ഇവർ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളാണ്. തൊഴിലാളിക്ക് അവകാശങ്ങളുണ്ട്, അതിഥിക്ക് അവകാശമില്ല. അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവൻ്റെ അവകാശങ്ങളെ കൂടെയാണ് ഇവരില്ലാതാക്കുന്നത്. ഈ തൊഴിലാളിയുടെ അവകാശങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ട്രേഡ് യൂണിയനുകൾ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാർ അതിനകത്ത്? കാരണം ഇവരുടെ കൂട്ടത്തിൽ എത്രയോ കരാർ തൊഴിലാളികളുണ്ട് കൊല്ലപ്പെട്ടു. ഇതിന് അത് വേറെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകാം. ഇത് മുഴുവൻ ഈ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ തൊഴിലെടുക്കാൻ വരുന്നവർ അവരുടെ ആദ്യത്തെ തൊഴിലിടമായിരിക്കും ഇത്. ഇവിടെ ഒന്ന് വന്ന് അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട ഈ ഇത് മുഴുവൻ കുട്ടികളാണ്. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് മരിച്ചത്, മുതിർന്നവരിൽ. കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 1 വർഷം എങ്ങനെയും 2 വർഷം പണിയെടുത്തതിന് ശേഷം അവർ വേറൊരു ഇതിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നിൽക്കാൻ പറ്റിയ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഈ മേൽപ്പാലത്തിൻ്റെ കീഴേ അവിടെ ഇവിടെ ടെൻ്റ് അടിച്ച് ഈ പൊരിയുന്ന വെയിലും ഈ പേമാരിക്കിടയിലും രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെ പണിയെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടവർ. ഇവരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയനുകളോ അല്ലെങ്കിൽ സർക്കാരോ ബോധേഡല്ല. എന്നിട്ട് ഇത് ദേശീയപാത മാത്രമാണ് വികസനം എന്ന് പറയുന്നത്. ഈ മനുഷ്യരുടെ ഒരു വികസനം എന്ന് പറയുന്നത് ഈ പാതപണി എന്നിട്ട് ഇപ്പം ഇത്രയും ഒത്തിരി ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കൊള്ളയുടെ കാര്യങ്ങളും ഇപ്പം തന്നെ ഇവർ ഡീബാർ ചെയ്തു എന്ന് പറയുന്നു. ഈ ഡീബാർ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഇവർ 3 മാസത്തേക്കുള്ള ഡീബാറാണ്. നിങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ഒരു മെനുവിൽ ഡീബാർ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റുണ്ട്. അതിനകത്ത് ഡീബാർ എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. അതിനകത്ത് വ്യക്തികളെ ഡീബാർ ചെയ്ത്, കമ്പനികളെ ഡീബാർ ചെയ്ത്, ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ കരാർ കിട്ടിയിട്ടുള്ള എല്ലാ കമ്പനികളും ഏതെങ്കിലും ഒക്കെ സന്ദർഭങ്ങളിൽ 3 മാസം 2 മാസം 1 മാസം ഡീബാർ ചെയ്യപ്പെട്ടവരാണ്. ഇപ്പം തന്നെ
ഇവിടെ പ്രൊജക്റ്റിൻ്റെ ഡിസൈനിൽ പെശകുണ്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ആ ഒരു സ്ഥിതിയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ കമ്പനികൾ മുഴുവൻ ഒഴിഞ്ഞു മാറും. കാരണം ഇപ്പം സർക്കാർ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഇടിഞ്ഞു വീണ് ഉണ്ടായ ആ ദുരന്തം ഇത് മുഴുവൻ കമ്പനികളുടെ ചെലവിൽ തന്നെ ശരിയാക്കുന്നു, അതിന് മുഴുവൻ നഷ്ടപരിഹാരവും കമ്പനികൾ ഈടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാളെ കമ്പനി കേസിന് പോകും. കാരണം ഈ പിഴച്ച ഡിസൈൻ്റെ ഉത്തരവാദി പണിയെടുത്ത കമ്പനി അല്ലാന്ന് അവർ പറയും. അതിന് ഉത്തരവാദി ഡിസൈൻ പിഴവുണ്ടെങ്കിൽ ഉത്തരവാദി ഹൈവേ അതോറിറ്റിയാണ്. അതുണ്ടാക്കിയ കരാർ കമ്പനി ആയിരിക്കില്ല, ആ ഡിസൈൻ ഉണ്ടാക്കിയ കരാർ കമ്പനി ആയിരിക്കില്ല. ഉത്തരവാദിത്വം ഏതെങ്കിലും ദേശീയപാതയുടെ ഉദ്യോഗസ്ഥന്റെ മേലിലേക്ക് വരും. അവർ ശരിക്കും റെക്കോർഡിൽ നിന്ന് പുറത്താവും. റെക്കോർഡിന് പുറത്താവും. കാരണം ഇവരും ദേശീയപാത അതോറിറ്റി അംഗീകരിച്ച ഡിസൈൻ അല്ലേ. അതെ. അല്ലെങ്കിൽ പിഴവുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അവരോട് ചൂണ്ടിക്കാണിക്കണ്ടേ, ഇവർക്കത് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് ഫലത്തില് ഇതാരും ഒരു നഷ്ടപരിഹാരവും കൊടുക്കാൻ പോകുന്നില്ല, ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഡീബാർ ചെയ്തിരിക്കുന്ന കമ്പനികൾ അവര് 3 മാസം കഴിയുമ്പോൾ വീണ്ടും പണി തുടങ്ങും. അല്ലെങ്കിൽ അവരുടെ കരാർ ഏറ്റെടുക്കണ്ടേ, കരാർ ടെർമിനേറ്റ് ചെയ്യണം. കരാർ ടെർമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പറയാം, ഈ KNR കൺസ്ട്രക്ഷൻസ് ഡീബാർ ചെയ്ത കമ്പനിക്ക് വേറെ പല അതിന്റെ അടുത്ത സെക്ഷനും, ഇതിപ്പം ഇവരുടെ ഈ മലപ്പുറം ജില്ലയിലെ പ്രശ്നമുണ്ടായത് വളാഞ്ചേരി ഈ കാപ്പിരിക്കാട് എന്ന് പറയുന്ന സെക്ഷനിൽ ആണ് ഈ കുഴപ്പമുണ്ടായത്. അവിടെയാണ് ഈ KNR കമ്പനീനെ അതിൻ്റെ ഈ സൂപ്പർവിഷൻ കരാറുള്ള ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനീനെ ഡീബാർ ചെയ്യുന്നത്. അവരൊറ്റ അതിൻ്റെ തൊട്ട സ്ട്രെച്ച് കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള അതും KNR കൺസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ സൂപ്പർവിഷൻ കരാർ ഹൈവേ എഞ്ചിനീയറിംഗാണ്. അവിടെ ഡീബാർ വന്നിട്ടില്ലല്ലോ. ഇതേ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ചെങ്കള നീലേശ്വരത്തിൻ്റെ സൂപ്പർവിഷൻ. ഈ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനി കേരളത്തിൽ മൊത്തം അങ്ങനെയാണ് ഡീബാർ ചെയ്യേണ്ടത്, അത് ചെയ്തിട്ടില്ലല്ലോ. ഇതേ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനി ഇതേപോലെ ഇന്ത്യയിൽ എത്രയോ പ്രോജക്റ്റുകൾ ചെയ്യുന്നു. KNR കൺസ്ട്രക്ഷൻസ് ഇന്ത്യയിൽ വേറെ എത്രയോ പ്രോജക്റ്റുകൾ ചെയ്യുന്നു, അവിടെയൊന്നും ഡീബാർ വരുന്നില്ലല്ലോ. അപ്പോൾ ഫലത്തിൽ ഈ ഡീബാർ കൊണ്ട് അത് വെച്ചിട്ട് ഇവർ കമ്പനി പണി നിർത്തി വെച്ചാൽ വേണമെങ്കിൽ ആ പണി ശകലം താമസിച്ചു എന്നുള്ളതല്ലാതെ കമ്പനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ പിന്നെ അവിടെ ഇപ്പോഴത്തേത് മാറ്റി വയാഡക്റ്റ് പണിയുന്നു, അത് കമ്പനിയുടെ ചെലവിൽ പണിയുമെന്ന് പറയുന്നു. ഈ ഡിസൈൻ പിഴവ് ആരോപിച്ച് ഇവരത് പേ ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയും ചെയ്യും. ഈ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വീണ്ടും എസ്കലേറ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഇതിനകത്ത് നടക്കുന്ന അധിക പ്രൊജക്റ്റുകളും ഹൈബ്രിഡ് ആനുവിറ്റി മോഡ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ആനുവിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 40% പൈസ സർക്കാർ കൊടുക്കുകയുള്ളൂ, ബാക്കി 60% കരാറുകാരൻ ഉണ്ടാക്കണം. അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുക ആ 40% പൈസയുടെ പണിയാണ് നടക്കുക. ഇപ്പം ഇവിടെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള ഹൈവേയുടെ ടെൻഡർ എടുത്തിരിക്കുന്ന 2251 കോടി രൂപയ്ക്കാണ്. ഇതിൻ്റെ 40% പൈസയ്ക്ക് ഈ പണി നടക്കും. അപ്പോൾ അത് മറ്റേത് DPR ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു കരാർ കമ്പനിയാണ്. ഇവർ തമ്മിലുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പ്രൊജക്റ്റ് കോസ്റ്റ് എസ്കലേറ്റ് ചെയ്തിട്ട് ആണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഹൈബ്രിഡ് ആനുവിറ്റി മോഡിൽ നടക്കുന്ന എല്ലാ പദ്ധതികളുടെയും പ്രൊജക്റ്റ് കോസ്റ്റ് വൻതോതിൽ എസ്കലേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. കാരണം ഇത് ആരെ പരിശോധിക്കണ്ടേ? ഇത് പരിശോധിക്കേണ്ടത് വീണ്ടും വേറൊരു കൺസൾട്ടൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊള്ള നടക്കുന്നത്. കാരണം 40% നടക്കേണ്ടത് ഇതിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റായിട്ട് ഈ തളിപ്പറമ്പ് നീലേശ്വരം തളിപ്പറമ്പേൻ്റെ മൊത്തം പ്രൊജക്റ്റ് കോസ്റ്റായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് 3709 കോടി രൂപയാണ്. ഈ 3709 കോടി രൂപയുടെ 40% എന്ന് പറഞ്ഞാൽ 900 കോടി രൂപ. ഈ 900 കോടി രൂപയ്ക്ക് ഈ പണി തീരേണ്ടതാണ്. അതിന് പകരം ഇവർ പ്രൊജക്റ്റ് കോസ്റ്റ് 3709 കോടി രൂപയായിട്ട് എസ്കലേറ്റ് ചെയ്യിപ്പിക്കുന്നു. 2251 കോടി രൂപയ്ക്ക് മെഗാ കമ്പനി കരാർ ഏറ്റെടുക്കുന്നു. കുറച്ചുകൂടി എക്സ്ട്രാ ലാൻഡ് എടുക്കുന്നു. അല്ല, എക്സ്ട്രാ ലാൻഡ് ഇല്ല. ആ എക്സ്ട്രാ ലാൻഡിന്റെ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 45 മീറ്ററിലാണല്ലോ, 45 മീറ്ററിലെ പണി ചെയ്യാൻ പാടുള്ളൂ. 45 മീറ്ററാണ്. കാരണം അത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊജക്ട് സൈറ്റ് ഏതാണെന്നുള്ളത്, ഇന്ന സ്ഥലം മുതൽ ഇന്ന കിലോമീറ്റർ മുതൽ ഇന്ന കിലോമീറ്റർ വരെ ഈ മാർക്ക് ചെയ്ത് 45 മീറ്റർ വീതിയിൽ ഏറ്റെടുത്ത സ്ഥലം എന്ന്
സെപ്പറേറ്റ് അവരത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തെ പണി നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തോന്ന്, ഈ സോയിൽ നെയിലിംഗ് നടത്തിയ സ്ഥലത്ത് ഈ കുന്നുകളെ സംരക്ഷിക്കാനെന്നും പറഞ്ഞിട്ട് ഇവർ സോയിൽ നെയിലിംഗ് നടത്തുമ്പോൾ ഈ 10 മീറ്റർ ആഴത്തിലേക്ക് ഈ ഒരു കമ്പി അടിച്ചങ്ങ് കയറ്റുക എന്ന് പറഞ്ഞാൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ആ സ്ഥലം, ആ 10 മീറ്റർ വീതിയുള്ള സ്ഥലം ഉപയോഗശൂന്യമാവുകയാണ്. 10 മീറ്റർ വീതിയിൽ 4 മീറ്റർ നീളത്തിലായാൽ 1 സെൻറ്റ് സ്ഥലമായി. അപ്പോൾ ഈ ദേശീയപാതയുടെ സമീപത്തായി പോയി എന്നുള്ളൊരു നിർഭാഗ്യം കൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്ഥലം നഷ്ടപ്പെടും. ആ സ്ഥലം അത്രയും കമ്പി കയറ്റിയ ഒരു സ്ഥലത്ത് ഒരു വാഴവെങ്കിലും നടാൻ പറ്റും? എനിക്കറിയത്തില്ല. കാരണം ഇവരെങ്ങനെ അടുപ്പിച്ച് കമ്പി കയറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സ്ഥലവും കൂടെ, അപ്പോൾ ഒന്നുമില്ലിത്. അതുകൊണ്ടാണ് ഈ 45 മീറ്ററിൽ ഈ പണി നടക്കാതെ വരുന്നു. ഇനി ഇത് വീണ്ടും അക്വിസിഷൻ വേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി നേരത്തെ അക്വയർ ചെയ്ത സ്ഥലത്ത് കൂടുതൽ, ഇപ്പോൾ കല്യാശ്ശേരിയിൽ ടോൾ ബൂത്ത് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി അക്വയർ ചെയ്തു, വീണ്ടും അക്വയർ ചെയ്തു. അതേമാതിരി ഇനിയും വീണ്ടും അക്വിസിഷൻ വേണ്ടി വരും. എന്നാൽ മാത്രമേ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഈ റോഡുകളെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അക്വിസിഷൻ വേണ്ടി വരും. അത് വീണ്ടും നാട്ടുകാരുടെ കാരണം നാട്ടുകാർക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഒരു ഹൈവേയിലേക്ക് വീണ്ടും വീണ്ടും നാട്ടുകാർ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. ഇതേ ഹൈവേ ഏതെങ്കിലും ഒരു കാലത്ത് ഇവരത് വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ സ്വത്തോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന സ്ഥലം സർക്കാർ പൊതുവാവശ്യത്തിനെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി അത് അവസാനം ഈ ചെന്നെത്തി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ഈ ട്രസ്റ്റ് ഫണ്ടുകളുടെ കൈവശമായിരിക്കും ഇത് എത്തി നിൽക്കുക. നമുക്കപ്പോഴും അതിനകത്തേക്ക് പ്രവേശനമില്ല. പ്രവേശിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇപ്പം ഇത് അല്ല, ഈ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്നതിന് ശേഷമുള്ള ഒരു പരിഷ്കാരമാണല്ലോ, റോഡുകളുടെ പരിസരത്തല്ല ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ശനി കാവൽക്കാർ മാത്രമാണ്. ഇപ്പം ഒരു മാളിൻ്റെ മുന്നിലൊക്കെ കാവൽക്കാരനില്ലേ, അതേമാതിരി നിൽക്കാനേ നമുക്കാവുള്ളൂ. വലിയ ആൾക്കാരുടെ വണ്ടികളും കാര്യങ്ങളും അതിലേ പോകും. നമ്മൾ കാവൽക്കാരനെ പോലെ പാവം നോക്കി നിൽക്കുക എന്നുള്ള ആ ഒരു സ്ഥിതി. മന്ത്രി പറയുന്നത് ശരിയാണ്, നമ്മൾ കാവൽക്കാരനാണ്. നമ്മളെ ഒരു മാളിന് കാവൽ നിൽക്കുന്ന ഒരു ദിവസം ഒരു 10-500 രൂപ കിട്ടുന്ന ഒരു സാധു മനുഷ്യൻ്റെ നിലയിലേക്ക് ഇവിടുത്തെ വോട്ടവകാശമുള്ള സ്വതന്ത്ര പൗരനെ, തുല്യാവകാശമുള്ള പൗരനെ മാറ്റിത്തന്നു ദേശീയപാത നിർമ്മാണം കൊണ്ട്. എന്നിട്ട് അതിൻ്റെ റീലിട്ട് കളിക്കുകയാണ് മന്ത്രി. ഈ മന്ത്രിക്ക് ഒരു സ്വന്തമായിട്ടൊരു ദേശീയപാത സ്വന്തം വകുപ്പിലുണ്ടായിരുന്ന ദേശീയപാത ഡിവിഷൻ എങ്കിലും ഇതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ എന്ന് മന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദേശീയപാത പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് ഈ മന്ത്രി കണ്ടിട്ടുണ്ടോ? മന്ത്രിയുടെ വകുപ്പ് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവർ ഇൻസ്പെക്ട് ചെയ്തു, ഇങ്ങനെ പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തുന്നു എന്ന് പറയുന്നു. എന്തൊന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ഈ ഫോട്ടോ എടുക്കലല്ലാതെ വേറെന്ത് ഇൻസ്പെക്ഷനാണ് നടത്തുക? കാരണം ഇപ്പം മന്ത്രിയൊക്കെ വരുമ്പോൾ ഏത് കരാർ കമ്പനിക്കാരാണെങ്കിലും അവരുടെ തൊഴിലാളികളാണെങ്കിലും ബഹുമാനിക്കും. അതിപ്പം നമ്മൾ പോയാലും നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ വർത്തമാനം പറയും, വേണേൽ നമുക്കും ഫോട്ടോ എടുക്കാം. അത്രമേ മന്ത്രിയുടെ ഇൻസ്പെക്ഷനും ഉള്ളൂ. പക്ഷേ മനുഷ്യനെ കാവൽക്കാരനാക്കി, ഇത് ഈ ഒരു പൗരൻ എന്ന് പറയുന്നവനെ പിടിച്ച് പാതയുടെ കാവൽക്കാരനാക്കി എന്നുള്ളതല്ലാതെ അതിനകത്തേക്ക് പ്രവേശനം പോലും അനുവദിച്ചിട്ടില്ല. പണ്ട് കൊടിയേറ്റ സിനിമയിലെ പരഗോപി ചെയ്ത മാതിരി ആ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ എന്ത് സ്പീഡെന്നും പറഞ്ഞ് ഇപ്പുറത്ത് നിന്ന് അന്തം വിടാനേ ഈ സാധാരണ മനുഷ്യനുള്ള നിവൃത്തിയുള്ളൂ. ഇനി അതാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം.